Hi all. So today what we are going to study is a new topic, that is files. നമ്മൾ previously structure functions എല്ലാം പഠിച്ചു. All these things can be used in files also. But first of all we should understand what exactly a file is. ഒരു ഫയൽ എന്താണെന്നുള്ളതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സിനാരിയോ നോക്കുകയാണെങ്കിൽ ഫയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻസ്. ദാറ്റ് ഇസ് നിങ്ങൾ ഒരു ഡോക്യുമെൻറ്റ്, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ എക്സാംസിൻ്റെ നോട്ട്സ് അങ്ങനെ എന്തെങ്കിലും തരികയാണെങ്കിൽ ഇഫ് ഇറ്റ്സ് ഡോക്യുമെൻ്റ്, അതൊരു ഫയലായിട്ടാണ് നിങ്ങളുടെ കൈ കിട്ടുന്നത്. ലൈക്ക് PDF ഫയൽ, അങ്ങനെ കുറേ ഫയൽസ് ഉണ്ടാവും. സോ സി ലാംഗ്വേജിൽ എന്തിനായി ഫയൽസ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇൻ ദ പ്രീവിയസ് പ്രോഗ്രാം നമ്മൾ സ്ട്രക്ചർ യൂസ് ചെയ്ത് പ്രോഗ്രാം ചെയ്തപ്പോൾ വി സ്റ്റഡീഡ് ഹൗ ടു റീഡ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ആൻഡ് ഹൗ ടു ഡിസ്പ്ലേ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. സോ ഇങ്ങനെ ഞാനൊരു 50 സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എൻ്റെ പ്രോഗ്രാമിൽ വാങ്ങിയതിന് ശേഷം ഞാനതിൻ്റെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ട് എൻ്റെ പ്രോഗ്രാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, when I close the program, ഞാൻ വാങ്ങിച്ച ഫയൽസ് ഡേറ്റാസ് ഇത്രയും ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പിന്നീട് ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും എനിക്ക് ആ സെയിം ഡേറ്റാസ് വേണമെന്ന് വെച്ചാൽ ഐ കനോട്ട് ഡു ദാറ്റ്, ബിക്കോസ് സ്ട്രക്ചറിൻ്റെ പ്രോഗ്രാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ പുതിയ ഡേറ്റാസാണ് റീഡ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് അങ്ങനല്ല, എനിക്ക് എൻ്റെ ഡേറ്റാസിനെ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം. പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുക എന്ന് വെച്ചാൽ, നമ്മൾ ഒരു വട്ടം പ്രോഗ്രാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത തവണ വീണ്ടും പ്രോഗ്രാം ഓപ്പൺ ചെയ്യുമ്പം എനിക്ക് പ്രീവിയസ്ലി യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേക്കുന്ന ഡേറ്റാസൊക്കെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. ദാറ്റ് ഈസ് കോൾഡ് ആസ് പെർമനൻറ്റ് സ്റ്റോറേജ്. കമ്പ്യൂട്ടറിൽ പെർമനൻറ്റ് സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന പാർട്ടെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് യുവർ സെക്കൻഡറി മെമ്മറി, ദാറ്റ് ഈസ് യുവർ ഹാർഡ് ഡിസ്ക്. സോ അതേപോലെ എൻ്റെ ഡേറ്റാസ് ലോസ് ആവാൻ പാടില്ല. അതായത് ഓരോ തവണയും ഞാൻ ഓരോ പ്രോഗ്രാംസ് റീഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ സാധനങ്ങളെല്ലാം എവിടെയെങ്കിലും എൻ്റെ സിസ്റ്റത്തിൽ, എൻ്റെ സെക്കൻഡറി മെമ്മറിയിൽ സ്റ്റോർ ആകണം. ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, എനിക്ക് 10 സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ആ വാങ്ങിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഒരു ഫയലിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണം എൻ്റെ സെക്കൻഡറി സ്റ്റോറേജിൽ. അങ്ങനെ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു സ്റ്റഡി ദ കോൺസെപ്റ്റ് കോൾഡ് ആസ് ഫയൽസ്. സോ ഫയൽസിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ഫസ്റ്റ്, ഒരു ഫയൽ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഓപ്പൺ എ ഫയൽ. അല്ലെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞാൽ വി ആർ ക്രിയേറ്റിംഗ് എ ഫയൽ. അതൊരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ എനിക്കൊരു സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് കൊണ്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഐ നീഡ് എ ഫയൽ ദെയർ. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു റൈറ്റപ്പ് എഴുതുകയാണെങ്കിൽ ആ റൈറ്റപ്പ് നിങ്ങളൊരു വേർഡ് ഡോക്യുമെൻറ്റിനകത്തായിട്ട് സ്റ്റോർ. അതേപോലെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫയലിനെ ഓപ്പൺ ചെയ്യണം. ദെൻ വാട്ട് വി ക്യാൻ ഡൂ ഇസ് വി ക്യാൻ റീഡ് ഫ്രം ഫയൽ, അല്ലെങ്കിൽ വി ക്യാൻ റൈറ്റ് ടു ഫയൽ. അതായത് ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫയലിൽ നിന്നാണെങ്കിൽ എനിക്കത് ആ വാല്യൂസിനെ റീഡ് ചെയ്തെടുക്കാം, അല്ല പുതിയൊരു ഫയലാണെങ്കിൽ അതിനകത്തോട്ട് റൈറ്റ് ചെയ്യാം. ഇങ്ങനെ 2 പ്രൊസീജിയറും ചെയ്യാൻ പറ്റും. അതേപോലെ ലാസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു ഇസ് ക്ലോസ് ദി ഫയൽ. സോ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഫയൽസിൽ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഫയൽ ഓപ്പൺ ചെയ്യണം. അത് കഴിഞ്ഞ് ആ ഫയൽ ഇപ്പം ഓൾറെഡി എൻ്റെ സെക്കൻഡറി മെമ്മറിയിൽ ഉള്ളൊരു ഫയലാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അതിനകത്തുള്ള ഡേറ്റാസിനെ റീഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഫയലിലോട്ട് എന്തെങ്കിലും പുതിയ വാല്യൂ സ്റ്റോർ ചെയ്യുക. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അല്ലാതെ ഫയൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ക്ലോസ് ദി ഫയൽ. സോ ഇതാണ് നമ്മൾ ഫയൽസിൽ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് നോക്കാം ഹൗ ടു ഓപ്പൺ എ ഫയൽ. ഫയലിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് fopen എന്ന് പറയുന്ന ഒരു കീവേഡാണ് ഫയലിനെ ഓപ്പൺ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. fopen ബ്രാക്കറ്റിനകത്ത് നമ്മൾ ഒരു ഫയലിൻ്റെ പേര് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ഫയൽസ് ആണ് മെയിൻലി. 2 ടൈപ്പ് ഫയൽസ് ആണ് നമുക്കുള്ളത്, ടെക്സ്റ്റ് ഫയൽസും പിന്നെ ഒന്ന് ബൈനറി ഫയൽസും. സോ നമ്മളിപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ഫയൽസിലാണ്. ലേറ്റർ വി വിൽ സീ വാട്ട് എ ബൈനറി ഫയൽ ഇസ്. സോ ടെക്സ്റ്റ് ഫയൽസ് ആണെങ്കിൽ നമ്മൾ ആ ഫയലിൻ്റെ പേര് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഐ ക്യാൻ ഗീവ് ലൈക്ക് cprog എന്നൊരു ഫയലാണ് ഞാൻ ചെയ്തതെങ്കിൽ cprog.txt എന്ന് പറഞ്ഞ് ഫയലിൻ്റെ പേര് കൊടുക്കുക. ഇതെവിടെ എന്തോ സംഭവിക്കുന്നു പറഞ്ഞാൽ, ഈ cprog.txt എന്നൊരു ഫയൽ നിങ്ങളുടെ ഈ പ്രോഗ്രാം ഇരിക്കുന്ന ലൊക്കേഷനകത്തുണ്ടെങ്കിൽ ആ ഫയലിനെ ഓപ്പൺ ചെയ്യും. അതല്ല അവിടെ ഒരു ഫയൽ ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഫയൽ കോൾ cprog.txt. ഇങ്ങനെ ഫയലിൻ്റെ പേര് കൊടുക്കണം. ദെൻ നെക്സ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു ഇസ് വി ഹാവ് ടു ഗീവ് സംതിങ് കോൾ മോഡ്. അതായത് ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പല മോഡിൽ ഓപ്പൺ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തോട്ട് പുതിയ ഡീറ്റെയിൽസ് ഒന്നും റൈറ്റ് ചെയ്യേണ്ട, പകരം അതിനകത്തുള്ള സാധനങ്ങൾ റീഡ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ മതിയെങ്കിൽ വാട്ട് ഐ ക്യാൻ ഡൂ, നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ R എന്നൊരു മോഡ് കൊടുത്തു കഴിഞ്ഞാൽ
ഈ ഫയൽ ഓപ്പൺ ചെയ്യുന്നത് റീഡ് മോഡിലാണ്. റീഡ് മോഡിലാണെങ്കിൽ യു കനോട്ട് റൈറ്റ് എനിത്തിങ് ടു ദാറ്റ് ഫയൽ. സോ ഇവിടെ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് മോഡ് ആണ് നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് ആദ്യം ഫയൽ എഫ് ഓപ്പൺ എന്നുള്ള ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റിനകത്ത് ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു ഗിവ് ദി ഫയൽ നെയിം ദെൻ കോമ ദെൻ ദ മോഡ് ഇൻ വിച്ച് യു ആർ ഗോയിങ് ടു ഓപ്പൺ ദി ഫയൽ. സോ ഇവിടെ എന്തോ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എഫ് ഓപ്പൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഫയൽ. ഒരു ഫയൽ നമ്മുടെ ഹാർഡ് ഡിസ്കിൽ ക്രിയേറ്റ് ചെയ്യും. ആ ഫയൽ ഏത് മെമ്മറി ലൊക്കേഷനാണ്, നമ്മുടെ ഹാർഡ് ഡിസ്കിൽ ഒരു മെമ്മറി അഡ്രസ്സ് ഉണ്ട്, ആ ഏത് അഡ്രസ്സിലാണോ സ്റ്റോർ അയക്കുന്നത് ആ അഡ്രസ്സിന് റിട്ടേൺ ചെയ്യും. അഡ്രസ്സിന് റിട്ടേൺ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ അഡ്രസ്സ് നമുക്ക് തിരിച്ചു തരും എവിടെയാണ് ഫയൽ സ്റ്റോർ ചെയ്തേക്കുന്നത്. പക്ഷേ ഇൻ കേസ് അവിടെ ഫയൽ ഓപ്പൺ ചെയ്യാൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, അതായത് എറർ ഉണ്ടെങ്കിൽ, ഇറ്റ് വിൽ റിട്ടേൺ എ വാല്യൂ കോൾഡ് ആസ് നൾ. നൾ എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. നൾ എന്നൊരു വാല്യൂ റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇറ്റ് ഈസ് ദ ഫയൽ ഇസ് നോട്ട് ക്രിയേറ്റഡ്. അപ്പം ഇതൊരു ഫംഗ്ഷൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് 2 ആർഗ്യുമെൻറ്റ്സ് നമ്മൾ പാസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫയൽ ക്രിയേറ്റ് ആവുകയാണെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു അഡ്രസ്സ് ആയിരിക്കും. ആ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫയലിൽ ക്രിയേറ്റ് ആയ ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് നമുക്ക് ചെയ്യുന്നത്. സോ പ്രീവിയസ്ലി നമ്മൾ പഠിച്ചിട്ടുണ്ട്, പോയിൻറ്റേഴ്സ് പഠിച്ചപ്പോൾ ഒരു ഇൻറ്റിജർ വാല്യൂവിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻറ്റ് എന്ന് പറഞ്ഞ് വേരിയബിൾ. സോ ഇവിടുന്ന് ഒരു വാല്യൂ റിട്ടേൺ, ഈ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുമ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ എനിക്കൊരു വേരിയബിൾ വേണം. സോ ഞാൻ ആ വേരിയബിളിനൊരു പേര് കൊടുക്കുകയാണ് PTR. സോ ഇവിടെ എന്തോ സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തു, ഈ ഫംഗ്ഷൻ പോയി ഫയലിനെ ക്രിയേറ്റ് ചെയ്ത് ആ ഫയലിൻ്റെ അഡ്രസ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ ആ അഡ്രസ്സാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. സോ PTR എന്ന് പറഞ്ഞ വേരിയബിളിൽ ഒരു അഡ്രസ്സ് സ്റ്റോർ ആവണമെങ്കിൽ PTR ഷുഡ് ബി എ പോയിൻ്റർ ആയിരിക്കണം. അപ്പം ഇവിടെ റിട്ടേൺ ആവുന്ന ഒരു അഡ്രസ്സാണ്. ഈ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ അഡ്രസ്സാണ്? ഫയലിൻ്റെ അഡ്രസ്സാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്തേക്കുന്ന അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിന് നമ്മൾ ഇൻറ്റിജർ പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യും. അതേപോലെ ക്യാരക്ടർ വാല്യൂ സ്റ്റോർ ചെയ്തേക്കുന്ന അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ക്യാരക്ടർ പോയിൻ്റർ. സോ ഇവിടെ അതല്ല, ഇവിടെ നമ്മളൊരു ഫയൽ സ്റ്റോർ ചെയ്തേക്കുന്ന അഡ്രസ്സാണ്. സോ അത് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടുന്ന ഈ പോയിൻ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എ ഫയൽ പോയിൻ്റർ. സോ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഫയലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ആ ഫയലിന് ഒരു പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യണം. പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് യു ഹാവ് ടു ഡു ഇറ്റ് ലൈക്ക് ദിസ് ഫയൽ ദെൻ യു ഹാവ് ടു പ്രിപ്പയർ $PTR. ഈ പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ പോയിൻ്റർ വെച്ചിട്ടാണ് നമ്മൾ ഫയലിനെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സോ ഫയൽ പോയിൻ്റർ വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് പോലെ തന്നെ. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫയലിൻ്റെ കേസിൽ എന്ത് കാര്യം, നിങ്ങൾ റീഡിങ്ങോ റൈറ്റിങ്ങോ എന്ത് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു യൂസ് ദിസ് പോയിൻറ്റേഴ്സ്. സോ ഇനി നമുക്ക് അറിയേണ്ടത് ഏതൊക്കെ മോഡ്സ് ആണ് നമുക്കുള്ളത്. നമ്മൾ ഈ ഫയൽ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ വാട്ട് ആർ ദി മോഡ്സ് ദാറ്റ് യു ഹാവ്. അതിൽ ഒരു മോഡ് ഞാൻ പറഞ്ഞു, R മോഡ്. സോ ദി മോഡ്സ് ദാറ്റ് വി ഹാവ് ഫോർ ഫയൽസ് ആർ, ഫസ്റ്റ് വൺ, ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു R മോഡിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ആ ഫയൽ നമ്മളുടെ റീഡ് മോഡാണ്. അതായത് ആ ഫയലിനകത്തോട്ട് നമുക്ക് വാല്യൂസ് ഒന്നും റൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഫയലിനകത്ത് ഉള്ള ഡേറ്റാസിനെ നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും എൻ്റെ പ്രോഗ്രാമിലോട്ട്. അടുത്ത W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ റൈറ്റ് മോഡ്. അതായത് നമുക്ക് ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു മോഡ് എന്ന് പറഞ്ഞാൽ A ആണ്. A എന്ന് പറഞ്ഞാൽ അപ്പൻഡ് മോഡ്. അതായത് ഓൾറെഡി ഒരു ഫയൽ, ഈ റൈറ്റ് മോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ എൻ്റെ കയ്യിലുണ്ട്, ഒരു ഫയൽ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്, അതിനകത്ത് കുറേ ഡേറ്റാസ് ഉണ്ട്. പക്ഷേ ഞാൻ ആ സെയിം ഫയൽ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ ഫയലിനകത്ത് ഓൾറെഡി ഉള്ള സാധനങ്ങൾ ഓവർ റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പുതിയതായിട്ട് നിങ്ങൾ റൈറ്റ് ചെയ്യുന്ന സാധനങ്ങൾ എക്സിസ്റ്റിംഗ് സാധനത്തിന് പുറത്തോട്ട് ഓവർ റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതല്ല, എനിക്ക് ആ ഫയൽ ഓൾറെഡി ഉള്ള ഡേറ്റ കഴിഞ്ഞിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, അപ്പൻഡ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഓപ്പൺ ദി ഫയൽ ഇൻ അപ്പൻഡ് മോഡ്. അതേപോലെ വി ഹാവ് R+ എന്ന് പറഞ്ഞാൽ റീഡും റൈറ്റിങ്ങും. ഓപ്പൺ എ ടെക്സ്റ്റ് ഫയൽ റീഡ് ചെയ്യാം, തന്നെ റൈറ്റ് ചെയ്യാം. അതേപോലെ വീണ്ടും W+ ആണെങ്കിൽ യു ക്യാൻ റീഡ് ആൻഡ് ദെൻ യു ക്യാൻ റൈറ്റ്. A+ ആണെങ്കിലും റീഡ് ആൻഡ് റൈറ്റ് മോഡാണ്, പക്ഷേ റൈറ്റ് ചെയ്യുമ്പോൾ അപ്പൻഡ് മോഡിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇത് ഈ താഴെ കാണുന്ന 5 മോഡ്സും ബൈനറി ഫയൽസിനുള്ള. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽ ഒരു ബൈനറി ഫയൽ എന്ന് പറഞ്ഞാൽ ഡേറ്റാസ് വിൽ നോട്ട് ബി സ്റ്റോർഡ് ആസ് ടെക്സ്റ്റ്, ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ആസ് വൺസ് ആൻഡ് സീറോസ്. അങ്ങനത്തെ ഫയൽസിനെ റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, അപ്പൻഡ് ചെയ്യുക ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഓപ്പൺ ദ ഫയൽ വിത്ത് ദീസ് മോഡ്സ്. കൂടാതെ ബൈനറി ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ .bin എന്നായിരിക്കും, ബൈനറി എന്നുള്ള കോൺസെപ്റ്റിലാണ്. സോ ദീസ് ആർ ദി മോഡ്സ് ദാറ്റ് വി ഹാവ്. അപ്പോൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ മോഡ്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. റൈറ്റ്. സോ ഇനി ഞാൻ ജസ്റ്റ് ഒരു പ്രോഗ്രാം തുടങ്ങാം. വിൽ സ്റ്റാർട്ട് വിത്ത് എ പ്രോഗ്രാം ഹിയർ. സോ
ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്. ആദ്യം ഞാനൊരു ഫയലിനെ റീഡ് ചെയ്യാൻ പോവുകയാണ്. ഫയലിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ സാധാരണ എഴുതുന്ന പോലെ stdio.h എല്ലാം ഇവിടെയും വേണം. ആൻഡ് ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ഇൻറ്റ് മെയിൻ ഫംഗ്ഷൻ എഴുതി. ആൻഡ് ഇവിടെ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ ഫയലിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യണം. ആ പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യണം ഫയൽ എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ടാണ്. ഫയൽ ptr എന്ന് പറഞ്ഞാൽ ഇതൊരു പോയിൻ്ററാണ് വിച്ച് ക്യാൻ സ്റ്റോർ ദി അഡ്രസ് ഓഫ് എ ഫയൽ. ഇനി നമ്മൾ ആ ഫയലിനെ ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ ഞാൻ എൻ്റെ ഈ പ്രോഗ്രാം, ഈ ഫയൽ ക്ലാസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഇതിനകത്ത് എൻ്റെ ഫയൽസ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. ഓൾറെഡി ഇതിനകത്ത് 3 ഫയലുണ്ട്. ഞാൻ അതിനെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഈ 2 ഫയലും ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇപ്പം നമ്മളുടെ ഈ പ്രോഗ്രാമിൽ ഈ ഫയൽ ക്ലാസ് എന്ന് പറയുന്ന പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. സോ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഒരു ഫയൽ പോലും ഇല്ല. ഞാൻ പുതിയതായിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടൊരു ഫയലിനെ ഓപ്പൺ ചെയ്യാനാണെങ്കിലും fopen എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ദെൻ ഐ എം ഗോയിങ് ടു ഓപ്പൺ ദി ഫസ്റ്റ് ഫയൽ .txt എന്ന് പറഞ്ഞ നെയിമിൽ ഒരു ഫയലിനെ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഓൾറെഡി ഇപ്പോൾ പുതിയ ഫയലായിട്ട് ഞാൻ റൈറ്റ് മോഡിലാണ് ഓപ്പൺ ചെയ്ത്. ദാറ്റ് മീൻസ് യു ആർ ഗോയിങ് ടു റൈറ്റ് സംതിങ് ഓൺ ടു ദാറ്റ് ഫയൽ. സോ ptr fopen first file.txt. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ലൊക്കേഷനിൽ ദർ ഇസ് നോ ഫയൽസ് ക്രിയേറ്റഡ്. ഇവിടെ ഈ ഫയൽ ഒരു പുതിയ ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ പ്രോഗ്രാമിനെ ജസ്റ്റ് നമ്മളൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ, കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ഫയൽ അവിടെ ക്രിയേറ്റ് ആകും. നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. ഫയൽസിൽ നമ്മുടെ ഫയലിൻ്റെ പേര് ഫയൽ class.c എന്നാണ്. കമ്പൈൽ ചെയ്തു. ഇപ്പോൾ ഒന്നും നടന്നില്ല. നമ്മൾ ഇനി റൺ ചെയ്യുന്നില്ല. കമ്പൈൽ ചെയ്തു. ഇനി ഒന്നും വേണേൽ റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്തപ്പോൾ നമുക്കിവിടെ ഒന്നും കിട്ടിയില്ല. നമ്മുടെ ഡിസ്പ്ലേ സ്ക്രീനിൽ ഒന്നും ക്രിയേറ്റ് ആയില്ല. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ എ ഫയൽ ക്രിയേറ്റഡ്. ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത ഫയൽ ഫസ്റ്റ് file.txt എന്ന് പറഞ്ഞ ഫയൽ ഓപ്പൺ ചെയ്ത ഫയലിനെ ഞാൻ ഇവിടെ ക്രിയേറ്റ് ആയി. ഈ ഫയലിനകത്ത് ഒന്നും കാണത്തില്ല. ദർ ഇസ് നത്തിങ് ദർ ബിക്കോസ് യു ഡിഡ്ന്റ് റൈറ്റ് എനിത്തിങ് ദർ. പക്ഷേ ആ ഫയൽ ഓട്ടോമാറ്റിക്കലി അവിടെ ക്രിയേറ്റ് ആകും. ഇത് റീഡ് മോഡിൽ ഓപ്പൺ ചെയ്താൽ ഈ ഫയൽ അവിടെ ക്രിയേറ്റ് ആകും. ഇതേപോലെ എനിക്കിനി ഒരു ഫയലും കൂടെ ഓപ്പൺ ചെയ്യണമെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു ഗിവ് വൺ മോർ പോയിൻ്റ് ദർ. ഒരു പോയിൻ്റ് കൂടെ ക്രിയേറ്റ് ചെയ്യുക. ആ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ അഡ്രസ്സിലോട്ട് ആ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുക. ptr1 എന്ന് പറഞ്ഞ് പുതിയൊരു പോയിൻ്റർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ദെൻ ptr1 ഈക്വൽ ടു fopen ഓഫ് സെക്കൻഡ് ഫയൽ എന്നാണ് കൊടുക്കുന്നത്. സെക്കൻഡ് file.txt. ഇത് ഞാൻ ആർ മോഡിൽ ഓപ്പൺ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഫയൽ ക്രിയേറ്റ് ആകും. പക്ഷേ ഇവിടെ റീഡ് ചെയ്യാൻ ഡേറ്റാസ് ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ ദ ഫയൽ വിൽ ബി created. Okay, you have to put a semicolon here. റൺ ചെയ്തു. സോ ഇപ്പോൾ നോക്കുവാണെങ്കിൽ യു ആർ ഗോയിങ് ടു കമ്പൈൽ ഇറ്റ് ആൻഡ് ഐ എം ഗോയിങ് ടു റൺ ഇറ്റ് അഗെയിൻ. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ആ ഫയൽ അവിടെ ക്രിയേറ്റ് ആയില്ല. ക്രിയേറ്റ് ആകണമെങ്കിൽ യു ഷുഡ് ഹാവ് ദാറ്റ് ഫയൽ there. സോ ഇതിപ്പോൾ റൈറ്റ് മോഡിലാണ് ഓപ്പൺ ചെയ്തതെങ്കിൽ ഈ ഫയൽ അവിടെ ക്രിയേറ്റ് ആയേനെ. റീഡ് മോഡിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫയലിൽ നിന്ന് റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ റൈറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ ഓൾറെഡി ഉള്ള ഒരു ഫയലിനെ റീഡ് ചെയ്യുകയാണ്. പക്ഷേ ഇവ ആർ മോഡ് കൊടുത്തപ്പോൾ ആദ്യം ക്രിയേറ്റ് ആയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഫയൽ അവിടെ ഇല്ലാതെ അവിടെ നിന്ന് റീഡ് ചെയ്യാൻ കഴിയില്ല. സോ ഡബ്ല്യു മോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ക്രിയേറ്റ് ദാറ്റ് ഫയൽ. ഇപ്പം നമ്മൾ ആ ഫയൽ അവിടെ ഇല്ലെങ്കിലും അതൊരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യും. റീഡ് മോഡ് അങ്ങനെയല്ല. ഒരു ഫയൽ ഇല്ലെങ്കിൽ അതൊന്നും ക്രിയേറ്റ് ചെയ്യത്തില്ല. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ റീഡ് മോഡ് ആൻഡ് റൈറ്റ് മോഡ്. ഇങ്ങനെ ഓരോ മോഡും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സോ ദിസ് ഇസ് ഹൗ ഞാനിപ്പോൾ 2 ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്തോട്ടൊന്നും റൈറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം 2 ഫയൽ ഞാൻ റൈറ്റ് മോഡിലാണ്. ഇപ്പോൾ തൽക്കാലം ഒരു ഫയൽ ഞാൻ ഉപയോഗിച്ച് ചെയ്യാൻ പോവുകയാണ്.
ഒരു ഫയൽ ഉപയോഗിച്ച് ഞാൻ ചെയ്യുകയാണ്. ഇനി എനിക്ക് ഈ ഫയലിലോട്ട് എന്തെങ്കിലും റൈറ്റ് ചെയ്യണം. അതായത് റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്ത് ഐ വോണ്ട് ടു പുട്ട് സംതിങ്. നമ്മൾ സാധാരണ എൻ്റെ സ്ക്രീനിലോട്ട് എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് printf എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. printf സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ദിസ് ഇസ് ദി ഫസ്റ്റ് ഫയൽ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് പ്രിൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്ലാക്ക് കൺസോൾ സ്ക്രീനിൽ തന്നെയായിരിക്കും നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഫയലിലോട്ട് എന്തെങ്കിലും റൈറ്റ് ചെയ്യണമെങ്കിൽ യു ക്യാൻ യൂസ് ദ printf സ്റ്റേറ്റ്മെൻറ്റ്, ബട്ട് ഫയലിലോട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടി യു ഹാവ് ടു യൂസ് എ സ്റ്റേറ്റ്മെൻറ്റ് കോൾ fprintf. ഇത് കൂടാതെ ഏത് ഫയലിലോട്ടാണ് റൈറ്റ് ചെയ്യുന്നതെന്നുള്ള ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഏത് ഫയലിലാണ് റൈറ്റ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ യു ഷുഡ് യൂസ് ദി പോയിൻ്റർ ദർ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് PTR ആണെങ്കിൽ PTR കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് വേണം നമ്മൾ റൈറ്റ് ചെയ്യാൻ. ഇല്ലെങ്കിൽ ഇവിടെ ഏത് ഫയലിലോട്ട് റൈറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. സോ fprintf എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത് ഫയലിലോട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സാധാ printf എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി പ്രിൻറ്റിങ് ടു ദി കൺസോൾ. fprintf വിത്ത് ദി പോയിൻ്റർ, ഫയൽ ഏത് ഫയലിലോട്ടാണോ റൈറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ പോയിൻ്റർ, അത് കൂടാതെ എന്താണ് റൈറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡബിൾ കോട്ട്സിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും അത് സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യുന്നതിന് പകരം യു ആർ ഗോയിങ് ടു റൈറ്റ് ദാറ്റ് ഓൺ ടു ദി ഫയലിലോട്ട് റൈറ്റ് ചെയ്യുക. Okay, there is a small mistake here. Let's remove this. അവിടെ കോമ കിടന്നായിരുന്നു. സോ ദർ ഇസ് നോ എറർ ഹിയർ. അപ്പോൾ ഞാൻ റൺ ചെയ്താലും ഇവിടെ ഒന്നും ഔട്ട്പുട്ട് വരത്തില്ല, കാരണം യു ആർ നോട്ട് പ്രിൻറ്റിങ് എനിത്തിങ് ഓൺ ദി കൺസോൾ. ഇവിടെ നോക്കിയാൽ നമ്മൾ PTR എന്നൊരു പോയിൻ്റ് ക്രിയേറ്റ് ചെയ്ത് ആ പോയിൻ്റിലോട്ട് വരുന്ന ഫയലിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫയലാണ്, ഫസ്റ്റ് ഫയൽ .txt ആണ്. ഇനി ഞാൻ എന്തുവാ വേണ്ടതെന്ന് വെച്ചാൽ ഈ fprintf എന്ന് പറഞ്ഞാൽ ഇറ്റ് അണ്ടർസ്റ്റാൻഡ്സ് ലൈക്ക് യു ആർ ഗോയിങ് ടു പ്രിൻറ്റ് സംതിങ് അല്ലെങ്കിൽ യു ആർ ഗോയിങ് ടു റൈറ്റ് സംതിങ് ഓൺ ടു ദി ഫയൽ. അതിൽ PTR എന്ന് പറഞ്ഞാൽ പോയിൻ്റർ വിച്ച് പോയിൻ്റർ, ഈ പോയിൻ്ററിനകത്ത് ഏത് ഫയലാണ് ഉള്ളത്, ഫസ്റ്റ് ഫയൽ .txt, ആ ഫയലിലോട്ട് ഇറ്റ് വിൽ റൈറ്റ് ലൈക്ക് ദിസ് ഇസ് ദി ഫസ്റ്റ് ഫയൽ. അപ്പം ഞാൻ ഒന്ന് കമ്പയർ ചെയ്ത് റൺ ചെയ്തു. ഇനി നമുക്ക് ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഫയൽ .txt നമ്മൾ എഴുതിയത്. യു ക്യാൻ സീ ദാറ്റ് ദിസ് ഇസ് ദി ഫസ്റ്റ് ഫയൽ. സോ ഇത് സെയിം കമാൻഡ് യു ക്യാൻ ഗോ ഫോർ ദി അതർ വൺ. ലൈക്ക് നമ്മൾ printf അല്ലാതെ നമ്മൾ സാധാരണ സ്ട്രിങ്സിനെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പുട്സ് ആണ്. പുട്സ് എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്യുമായിരുന്നു. യു ക്യാൻ യൂസ് ദാറ്റ് ഓൾസോ. സോ വി ക്യാൻ സ്റ്റഡി അബൌട്ട് ദിസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദി ഫ്യൂച്ചർ ലെക്ചേഴ്സ്. സോ ദിസ് ഇസ് ജസ്റ്റ് എ ലെക്ചർ ടു ഇൻട്രൊഡ്യൂസ് ഹൗ ഫയൽ വർക്ക്സ്. ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടുന്നത് യു ഹാവ് ടു ക്രിയേറ്റ് എ ഫയൽ. ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ യു നീഡ് എ ഫയൽ പോയിൻ്റർ. ഫയൽ പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യാൻ യു വിൽ യൂസ് എ കമാൻഡ് ലൈക്ക് യൂസ് ദ കീവേഡ് pfile. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ, PTR ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. യു ക്യാൻ യൂസ് എനി നെയിം. ആ PTRലോട്ടാണ് നമ്മൾ ഫയലിനെ ഓപ്പൺ ചെയ്യുന്നത്. അതായത് ഇപ്പം ഈ ഫയൽ ക്രിയേറ്റ് ആയില്ലെങ്കിൽ PTRനകത്ത് വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ നള്ളായിരിക്കും. സോ ഫയൽ ക്രിയേറ്റ് ആയാൽ ഇറ്റ് വിൽ റിട്ടേൺ ദി അഡ്രസ് ഓഫ് ദാറ്റ് ലൊക്കേഷൻ വേർ ദ ഫയൽ ഇസ് ക്രിയേറ്റഡ്. ഫയൽ ക്രിയേറ്റ് ആയില്ലെങ്കിൽ PTRനകത്ത് വരുന്ന വാല്യൂ ഇറ്റ് ഈക്വൽ ടു നൾ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഫയലിലോട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസിങ് ദി printf സ്റ്റേറ്റ്മെൻറ്റ്. ഇതേപോലെ യു ക്യാൻ റീഡ് സംതിങ് ഫ്രം ദ യൂസർ. ഇതേപോലെ ഇവിടെ ഞാൻ ജസ്റ്റ് യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഒരു വാല്യൂ വാങ്ങിക്കുകയാണ്. scanf %d ആയിട്ട് ഞാൻ എടുത്തു. ആൻഡ് ദെൻ ഐ എം ഗോയിങ് ടു റീഡ് വൺ വാല്യൂ ഫ്രം യൂസർ. g എന്ന് പറഞ്ഞ വേരിയബിളിൽ ഒരു വാല്യൂവിനെ ഞാൻ കൺസോളിൽ വാങ്ങിക്കുന്നു. ഇവിടെ വാങ്ങിക്കുന്ന ഇൻറ്റീജർ ആയതുകൊണ്ട് ഐ എം ഗോയിങ് ടു ഡിക്ലെയർ int g. ആൻഡ് ദെൻ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ്, ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന w-ൻ്റെ വ്യത്യാസമാണ്. w എന്ന് പറഞ്ഞാൽ ഫയൽ ക്രിയേറ്റ് ആകും എന്നാണ് പറഞ്ഞത്. സോ ഓൾറെഡി നമ്മുടെ ഫയലിനകത്ത് റൈറ്റ് ചെയ്തിട്ടുണ്ട് ദിസ് ഇസ് മൈ ഫസ്റ്റ് ഫയൽ എന്ന് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഈ ഫയലിൽ ഞാൻ എൻ്റെ ഇൻറ്റിജർ വാല്യൂവിനെ റൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി ഫയലിൽ ദിസ് ഇസ് മൈ ഫസ്റ്റ് ഫയൽ എന്ന് റൈറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫയലിലോട്ടാണ് ഞാൻ വീണ്ടും വേറൊരു വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. സോ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്താലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടൈം നമ്മൾ ആ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ പഴയ കണ്ടൻസിനെ ഓവർ റൈറ്റ് ചെയ്തായിരിക്കും നമ്മുടെ പുതിയ ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നത്. സോ പ്രീവിയസ്ലി കണ്ടൻറ് ഉണ്ടായിരുന്നു ദിസ് ഇസ് മൈ ഫസ്റ്റ് ഫയൽ എന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് വാസ് മൈ ഫയൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഫയലിനകത്ത് ഉണ്ടായിരുന്നത്. ദിസ് ഇസ് മൈ ഫസ്റ്റ് ഫയൽ എന്നായിരുന്നു നമ്മുടെ ഫയലിനകത്ത് ലോഡായിരുന്നത്. Now I am going to run this program. നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യാൻ പോവുകയാണ്. GCC കൊടുത്തു. ഇപ്പോൾ ഒരു നമ്പർ ഞാൻ യൂസറിൻ്റെ നിന്ന് വാങ്ങിച്ചു 45.
ഇറ്റ്സ് നമ്മൾ ആ വാല്യൂവിനെ ഫയലിലോട്ട് റൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഫയലിനെ നമ്മളൊന്ന് ക്ലോസ് ചെയ്യാം. ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 45 എന്നായി, പഴയ സാധനം ഓവർ റൈറ്റ് ചെയ്തു. ഇതാണ് റൈറ്റ് മോഡിൻ്റെ പ്രത്യേകത. നമ്മൾ ഫയൽ ഇല്ലെങ്കിൽ ഫയലിനെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യും, പക്ഷേ പഴയ കണ്ടൻസിനെ ഓവർ റൈറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് പുതിയ കണ്ടൻസിനെ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ വേറെ മെത്തേഡ്സ് ഉണ്ട്. സീക്ക് ചെയ്ത് യു ക്യാൻ ഡു ഓൾ ദോസ് തിങ്സ് വിൽ സ്റ്റഡി ഇൻ ദി later lectures. So this is how we can work on files. So next lecture നമ്മൾ ബാക്കിയുള്ള മോഡ്സും we will see how to read and write data into files in different ways. So thank you.